സെലഫി സ്കൂൾ കൽമണ്ഡപത്തിൽ നിന്നുള്ള നമ്മുടെ ഇഹ്സാൻ എന്നിൻ്റെ മനോഹരമായൊരു മലയാള പ്രസംഗത്തിലേക്കാണ് ശ്രോതാക്കളെ നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഇഹ്സാനെ പൊളിക്കണം, മോനെ പൊളിക്കണം. ഇഹ്സാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രസംഗമാണെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഹുസൈൻ സലഫിനെ എനിക്കും പ്രതീക്ഷിച്ചത്. എന്നാൽ ഇത് ഹുസൈൻ സലഫിൻ്റെ മേലെ പോകാനുള്ള ആളാണ് ഈ വരുന്നത്. ഇൻഷാ അല്ലാഹ് ബി ഇതിനില്ല. മാഷാ അല്ലാ. ഇഹ്സാൻ തകർക്കടാ മോനെ. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരത്തിൽ അറബിൽ പറയുന്ന പേരാണ് അസ്സലാത്ത്. സലാത്ത് എന്നാൽ പ്രാർത്ഥന എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ പ്രാർത്ഥന എന്ന വാക്ക് നമസ്കാരത്തിൽ അള്ളാഹു പ്രയോഗിച്ചത്? നമസ്കാരത്തിൽ അധികവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുണ്ടാം പാവങ്ങൾ പുറത്തു തരാനും നിർവഹിയിലാക്കാനും അള്ളാഹുവിനോട് തേടുകയാണ് നാം ചെയ്യുന്നത്. നാളെ റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ റബ്ബ് ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെക്കുറിച്ചായിരിക്കും. ആ പരീക്ഷണത്തിൽ ജയിക്കാൻ നമസ്കാരം ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കണം. അതുകൊണ്ട് നല്ല കുട്ടികളായി റബ്ബിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കണം. ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് നമ്മളെ ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ശാപമേറ്റ ഇത്ര നമസ്കാരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ. വലൈക്കും അസ്സലാം. ഇഹ്സാനെ തൂക്കി. ഇഹ്സാൻ തൂക്കി പ്രസംഗത്തിലൂടെ എന്നാണ് നമ്മൾ പറയാ. ദീർഘം ഇഹ്സാൻ്റെ പ്രസംഗം കേട്ടിട്ടല്ല നമ്മൾ എന്ത് ചെയ്ത് ഇഹ്സാൻ പൊളിക്കുമെന്ന് പറഞ്ഞത് ആണോ? നമ്മളിപ്പം ഇഹ്സാൻ പ്രസംഗിക്കുമ്പോഴാണ് നമ്മളും കേൾക്കുന്നത്. പക്ഷേ ഇഹ്സാൻ അതും സലഫി സ്കൂൾ കൽമണ്ഡപമാണ്. പിന്നെ മോശമാവില്ല എന്ന് നമുക്കറിയാലോ. ഒരു പ്രതീക്ഷ ഉണ്ട് അല്ലേ? നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇഹ്സാൻ 6 വയസ്സാണ്. ഇൻഷാ അല്ലാ വലിയ കുട്ടിയാവുമ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഇങ്ങനെ പോകും. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ഇഹ്സാൻ എന്തോ ഒരു കൂടെ ഉണ്ടാവും ഒരു പേര് കേട്ടോ. ഇവിടെ പ്രസംഗിക്കുന്നു, അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി കടന്നു വരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കണം ഇൻഷാ അല്ലാഹ്.